നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുതിയിരിക്കുക, ലോകത്ത് നിന്നും കോവിഡ് പിൻവാങ്ങിയിട്ടില്ല. വീണ്ടും ദുരന്തം വിതച്ച് കോവിഡ് നാശകരിയായി മാറുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഇനി കുട്ടികളെയും കുഞ്ഞുങ്ങളെയും ആയിരിക്കും കോവിഡ് കൂടുതൽ ആക്രമിക്കുക എന്നതിന് സൂചനയായി ബംഗളൂരുവിൽ 9 മാസം പ്രായമായ കുഞ്ഞിന് കോവിഡ് സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കയില്ലെങ്കിലും കുട്ടി 2 ദിവസമായി നിരീക്ഷണത്തിലാണ്. വീണ്ടും ഒരു ലോക്ക്ഡൌണും പൊതു അവധിയുമായി അടച്ചിട്ട മുറിയിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുമോ എന്നാണ് ആശങ്കപ്പെടേണ്ടത്. കേരളത്തിൽ 180 പേർക്ക് കോവിഡ് ബാധിച്ചിരിക്കുന്നു. അതിൽ കോട്ടയവും തിരുവനന്തപുരവുമാണ് ഏറ്റവും മുന്നിലുള്ളത്. കേരളത്തിൽ കോവിഡ് ബാധിച്ച് 2 മരണം സംഭവിച്ചതോടെ വീണ്ടും ആശങ്കയുടെ നിഴലിലാണ് സംസ്ഥാനം. ഇനിയും കേരളത്തിൽ കോവിഡ് വ്യാപനം ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പ് ചർച്ചകൾ നടത്തുകയാണ്. സർക്കാർ ആശുപത്രികളിൽ വീണ്ടും കോവിഡ് ടെസ്റ്റ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക ലാബുകൾ സജ്ജീകരിക്കാനാണ് നിർദ്ദേശം. ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂരിലും തായ്ലൻഡിലും ഹോങ്കോങ്ങിലും കോവിഡ് കേസുകളിൽ വലിയ വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വിമാനങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. കോവിഡ് കടുത്ത ആശങ്കയുള്ളവാക്കിയാൽ ഈ രാജ്യങ്ങൾ വീണ്ടും അടച്ചുപൂട്ടുമെന്നും വിമാന സർവീസുകൾ റദ്ദാക്കുമെന്നും സൂചനയുണ്ട്. പുതിയ കോവിഡ് വകഭേദത്തിന് രോഗവ്യാപന ശേഷി കൂടുതലാണെങ്കിലും തീവ്രത കുറവാണെന്നതാണ് ഏറെ ആശ്വാസം. സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 15,000-ഓളം പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തായ്ലൻഡിൽ 33,000 കേസുകളും ബാങ്കോക്കിൽ 6,000 കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഹോങ്കോങ്ങിൽ മാർച്ച് മാസത്തിൽ 1.7% കോവിഡ് നിരക്ക്. മെയ് പകുതിയോടെ ഇത് 11.4% ഉയർന്നു. മെയ് ആദ്യവാരം മാത്രം 40-ലേറെ മരണവും റിപ്പോർട്ട് ചെയ്തു. ചൈനയിലും തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലും കോവിഡ് കേസുകളിൽ വർധനവുണ്ട്. ഈ രാജ്യങ്ങളിൽ മരണനിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. സിംഗപ്പൂർ എയർലൈൻസും മലേഷ്യൻ എയർലൈൻസും തായ് എയർലൈൻസും ഏഷ്യൻ എയർലൈൻസും ഇപ്പോൾ തന്നെ യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇവരുടെ ചില സർവീസുകളിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വൈറസിനെതിരെയുള്ള ബൂസ്റ്റർ വാക്സിൻ എടുക്കാൻ ഹോങ്കോങ്ങിലെയും സിംഗപ്പൂരിലെയും തായ്ലൻഡിലെയും ആരോഗ്യ വിഭാഗങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓഗസ്റ്റിലാണ് കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദത്തെ ലോകാരോഗ്യ സംഘടന തിരിച്ചറിയുന്നത്. 3ാം തവണയും കോവിഡ് പലരെയും ബാധിച്ച സാഹചര്യത്തിൽ മുൻപ് സ്വീകരിച്ച പ്രതിരോധ വാക്സിൻ കാര്യമായ പ്രതിരോധം നൽകുന്നില്ലെന്നാണ് വിലയിരുത്തൽ. ഗുരുതരമായ രോഗമുള്ളവരിലും പ്രായമായവരിലും മരുന്നുകൾ കഴിക്കുന്നവരിലും കീമോതെറാപ്പി ഉൾപ്പെടെ ചികിത്സ തേടുന്നവരിലും കോവിഡ് മരണകാരണമാകാൻ സാധ്യതയേറെയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് നിലവിൽ 257 പേർക്കാണ് രോഗബാധ. മഹാരാഷ്ട്ര, കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളാണ് കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർണാടക, ഗുജറാത്ത്, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, സിക്കിം സംസ്ഥാനങ്ങളും രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് 2 പേരുടെ മരണം ആശങ്കയുണ്ടാക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ മാസ്ക് ധരിക്കുന്നത്, കൈ കഴുകുന്നതും സുരക്ഷിതമായിരിക്കും. കുട്ടികളിൽ കോവിഡ് കൂടുതലായി ബാധിച്ചാൽ സ്കൂളുകൾ പുതിയ അധ്യയന വർഷത്തിൽ തുറക്കുന്നത് ഒരാഴ്ച കൂടി മുന്നോട്ട് വയ്ക്കുമെന്ന് സൂചനയുണ്ട്. മഴയുടെ പശ്ചാത്തലത്തിൽ കുട്ടികളിൽ കോവിഡ് വ്യാപനത്തിനുള്ള സാഹചര്യം മുൻനിർത്തി ജാഗ്രതാ നിർദ്ദേശം ഉണ്ടാകാനാണ് സാധ്യത. കേരളത്തിൽ ഇതുവരെ കുട്ടികളിൽ കോവിഡ് കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 3 വർഷം മുൻപുണ്ടായ കോവിഡ് വ്യാപന കാലത്തും കേരളത്തിൽ വയോധികരെയും ഗുരുതര രോഗികളെയുമാണ് കൂടുതൽ ആക്രമിച്ചതും ഈ പ്രായക്കാരിലാണ് കൂടുതൽ മരണം സംഭവിച്ചത്. ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.